പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 2 പഴം പുഴുങ്ങിയത് കഴിച്ചുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോയത്. പിന്നെ നേരെ ഞാൻ വണ്ടിയിലാണ് പോയത്. അപ്പോൾ നേരെ കോളേജിലെത്തി. ഇതേ എൻ്റെ കൂട്ടുകാരി നിള. വേറെ 2 പേരും കൂടെ ഉണ്ട്. അവർ 2 പേരും ഒന്ന് ആബ്സെൻ്റ് ആയിരുന്നു. ഞങ്ങൾ 2 പേരും ആരെയൊക്കെയോ കുറ്റം പറഞ്ഞിട്ട് നേരെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സെക്കൻഡ് സംസ്കൃതമായിരുന്നു. മിസ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പോയ ടൈമിലെടുത്ത വീഡിയോ ആയത്. അവൾ ആ ടൈം കൊണ്ട് ഫോണിനകത്ത് എന്തൊക്കെയോ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഞങ്ങൾ ടോയ്ലറ്റിലോട്ട് പോയി. അപ്പോഴത്തേക്ക് മിസ്സ് വരുന്നെന്ന് പറയാൻ പെട്ടെന്ന് ഞങ്ങൾ ഓടി ക്ലാസ്സിൽ കയറി ഇതാ ഞങ്ങളുടെ ക്ലാസ്. ഇതൊക്കെ സ്റ്റുഡൻസൊക്കെ അങ്ങനെ എല്ലാവരും ഓടി ഇരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഇതൊക്കെയായിരുന്നു ഫുഡ്. അവളായിരുന്നു ഇന്ന് ഫുഡ് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ തിന്നുന്നത്. പിന്നെ ഞങ്ങൾ 2 കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ തെണ്ടിത്തിരിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി കൈ കഴുകിയിട്ട് ഇത് ഞങ്ങളുടെ ക്യാൻറ്റീന്. കൈ കഴുകിയിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് എൻ്റെ വണ്ടി ഇന്ന് അകത്താണ് വെച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കോളേജിൽ കൊണ്ടുപോകണം. അപ്പം വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോകുമായിരുന്നു. അപ്പം വണ്ടിയൊക്കെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ആരാണ്ട് ഗ്ലാസ്സൊക്കെ തിരിച്ച് പിടിച്ചൊക്കെ വെച്ചേക്കുന്നു, മുഖമൊക്കെ നോക്കാനായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരെയൊക്കെയോ ട്രോളിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടക്കും. ഇപ്പം കോളേജിൻ്റെ ഫ്രണ്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. പിന്നെ ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോവുക. അങ്ങനെ ഇവിടെ ഒരു നെല്ലിക്ക മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കത് കണ്ട ഉടനെ തറയിൽ കിടക്കുന്ന നെല്ലിക്ക വേണമെന്ന് അവൾക്ക്. അങ്ങനെ പിന്നെ അവളെയും കുറേ കളിയാക്കി ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങ് കോളേജിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇത് കോളേജിൻ്റെ അകത്തോട്ട് വരുന്ന വഴിയാണ്. അവിടുന്ന് നെല്ലിക്ക മരവും കണ്ട് ഇവിടെ ഒരു നല്ല സൂപ്പർ ഒരു ചെടിയുണ്ട് കേട്ടോ. പക്ഷെ അത് ക്യാമറയ്ക്കകത്ത് നല്ലോണം വന്നില്ല, കാരണം നല്ല വെയിലായിരുന്നു. അപ്പം എനിക്കൊന്നും കാണാൻ വയ്യായിരുന്നു, ബ്രൈറ്റ്നസ് കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ട്. പക്ഷെ അത് നല്ല സൂപ്പർ ഒരു പൂവായിരുന്നു കേട്ടോ. ഒരു റോസോ ചുമപ്പോ നല്ല രീതിയിൽ ലുക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ ഗേറ്റ്. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ അവൾ പറയാം, അടി അപ്പൂപ്പൻ്റെ ഫോട്ടോയും കൂടെ എടുക്കാൻ. എന്നുവെച്ചാൽ ഏത് അപ്പൂപ്പൻ? ശ്രീനാരായണ ഗുരുവിനെ അവൾ അപ്പൂപ്പ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ അവളെ സങ്കടം മാറ്റാൻ വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങോട്ട് ഫോട്ടോ എടുക്കുന്ന സൈഡിലോട്ട് നടക്കും. അതാകുമ്പോൾ ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാനും പറ്റും. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു കൊച്ചു പയ്യൻ അവിടെ ഇത്രയും നടക്കുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അവനെയും പിടിച്ചു വെച്ച് അവൻ്റെ മുട്ടായി ചോദിച്ച് കളിക്കുമായിരുന്നു. പക്ഷെ അവൻ തന്നതുമില്ല. അവന് ഭയങ്കര നാണമായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കുന്ന അവൻ കണ്ടില്ല. അവന് ഭയങ്കര നാണമായിരുന്നു. പിന്നെ അവനെയും കുറച്ച് നേരം കളിപ്പിച്ച് വീണ്ടും ഞങ്ങൾ ഇരിക്കാൻ ഉദ്ദേശിച്ച തലസോട്ട് നടക്കുക. അപ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങൾ നോർമലി ഇരിക്കുന്നിടത്ത് ഫുൾ ആളുകൾ ഇരിക്കുന്നു. പിന്നെ എന്നിട്ടും വിട്ടോടും. പക്ഷേ അവിടെ ഇപ്പം ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ സൂപ്പർ നെല്ലിക്കയെന്ന് വെച്ചാൽ കൊച്ചു നമ്മുടെ അരിനെല്ലിക്കയെന്നാണ് നമ്മൾ പറയുന്നത്. അരിനെല്ലിക്ക നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പിച്ചാൻ പറ്റുന്ന ഇതിലായിട്ട് ഹൈറ്റിൽ നിൽക്കുമായിരുന്നു, നമുക്ക് പിച്ചായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്നു, തുമ്പത്താണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അതിനെ ഇപ്പം ആ വീഡിയോ സൂം ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് സ്നാപ്പിൽ കുറച്ച് വീഡിയോസും എല്ലാം എടുത്ത്. ഈ പെണ്ണ് ഇതാണ് ഞങ്ങളുടെ നിള. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കിളിപ്പെണ്ണിത്. ആരാണ്ട് കമൻ്റ് അടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക. ആരാണെന്ന് എനിക്കറിയാൻ വയ്യ. അടുത്തൂടെ പോകുന്ന എല്ലാവരും എന്തുകൊണ്ട് കമൻ്റ് അടിക്കുക, എന്നെയും കൂടെ വിളിച്ച് കാണിക്കുക. ഇന്ന ആളാ പറഞ്ഞുകൊണ്ട് എന്നെയും കൂടെ വിളിച്ച് കാണിക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് ഇൻക്ലൂഡ് ആക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് ബെല്ലടിച്ച ടൈമിൽ ഞങ്ങൾ തിരിച്ചങ്ങ് ക്ലാസ്സിലോട്ട് നടക്കുക. അപ്പോഴും ഇതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ഒരു നെല്ലിക്ക മരവും കൂടെ നിൽക്കുന്നു. പക്ഷെ അതും അവൾ പറയുന്നത് നമ്മുടെ ഹൈറ്റിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങ് നല്ല ഹൈറ്റ് നിൽക്കുന്നത്. ഇത് തറയിൽ വീണ ആളുകൾ ചവിട്ടിയും തേക്കും. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം പോലും തിന്നാനൊക്കുന്നില്ല. തിരിച്ച് ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് സമാധാനത്തിൽ അവിടെ ഇരിക്കുക. പിന്നെ മിസ്സ് സെക്കൻഡ് ലാസ്റ്റ് പീരീഡ് പഠിപ്പിച്ചിട്ട് ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് തന്നപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു പോവുക. ഇത് ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. പിന്നെ ക്ലാസ് ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട്, ഇത് ഞാൻ അറിയാതെ എടുത്തതാണ് പൊട്ടിക്കാളി. അങ്ങനെ പിന്നെ അത് എടുത്തുകൊണ്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.